Hello all, welcome to Salem IAS School Day 14, the mains answer writing program. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കൾച്ചർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അശോകാസ് ധമ്മ വാസ് എ മേജർ ചേഞ്ച് നോട്ട് ജസ്റ്റ് ഫോർ ദ മൗര്യൻ എംപയർ ബട്ട് ഓൾസോ ഫോർ ദ പ്രൊമിനന്റ് റിലീജിയസ് ഡിസ്കോഴ്സ് ഓഫ് ദാറ്റ് ടൈം. ഡിസ്കസ്. അശോകന്റെ ധമ്മ എന്ന് പറയുന്നത് മൗര്യൻ എംപയറിന് മാത്രം ഉണ്ടായ ഒരു ചേഞ്ച് അല്ല. ഒരു മേജർ ചേഞ്ച് മൗര്യൻ എംപയർ ഉണ്ടായി, പക്ഷെ ഇറ്റ് ഡിഡ് നോട്ട് പെർട്ടൈൻ ടു മൗര്യൻ എംപയർ അലോൺ. മൗര്യൻ എംപയറിന് മാത്രമല്ല, പകരം ആ ടൈമിൽ ഉണ്ടായിരുന്ന മെയിൻ സ്ട്രീം പ്രൊമിനന്റ് റിലീജിയസ് ഡിസ്കോഴ്സിലും കൂടെ ഒരു വലിയ മാറ്റമാണ് അശോകാസ് ധമ്മ കൊണ്ടുവന്നത്. മൗര്യൻ രാജാവായിട്ടുള്ള അശോകന്റെ ധമ്മ മൗര്യൻ എംപയറിനെ ഒരുപാട് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, പക്ഷെ അതിലുപരിയായിട്ട് അന്നത്തെ പ്രൊമിനന്റ് റിലീജിയസ് ഡിസ്കോഴ്സിനെയും പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഡിസ്കസ്. Introduction. The introduction of Dhamma by Emperor Ashoka after the Kalinga War marked a significant transformation in Mauryan Empire's political and ideological framework. It was a moral code of conduct emphasizing ethical living, religious tolerance and non-violence. കാര്യം അറിയാം എന്ന് കാണിക്കേണ്ട ഇൻട്രോ. എന്നിട്ട് രണ്ട് പാർട്ടായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ആൻസർ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗര്യൻ എംപയറിൽ എങ്ങനെയാണ് ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത്, അതിനുശേഷം ഒരു പ്രൊമിനന്റ് റിലീജിയസ് ഡിസ്കോഴ്സ് ആയിട്ട് എങ്ങനെ അത് മാറി, എങ്ങനെയാണ് ആ പ്രൊമിനന്റ് മെയിൻ സ്ട്രീം റിലീജിയന്റെ കാര്യത്തിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ചേഞ്ചസ് കൊണ്ടുവന്നത്. പക്ഷേ ഡിസ്കസ് പറയുന്നതുകൊണ്ട് ജസ്റ്റ് അത് മാത്രമായിട്ട് നിർത്തരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട്, അശോകന്റെ ധമ്മ എങ്ങനെയാണ് മൗര്യൻ എംപയറിൽ ഒരു മേജർ ചേഞ്ച് കൊണ്ടുവന്നത്. കോൺക്വസ്റ്റ് ടു വെൽഫെയർ. നേരത്തെ അശോകൻ എന്ന് പറയുന്നത് ബറിഘോഷ, വാർഡ്രംസ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ബറിഘോഷ ടേൺ ടു ധർമ്മഘോഷ. ബറിഘോഷത്തിൽ നിന്ന് ധർമ്മഘോഷത്തിലേക്ക് മൗര്യൻ എംപയർ പോയി. ചേഞ്ച് ഇൻ സോഷ്യൽ പ്രാക്ടീസസ്. ഇപ്പം കൗ സ്ലോട്ടറും അനിമൽ സ്ലോട്ടറും സാക്രിഫൈസും പോലുള്ള കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസിൽ. പ്രൊമോഷൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. ബ്രാഹ്മിൻസിനെ മാത്രമല്ല, ബുദ്ധിസ്റ്റിനെ മാത്രമല്ല, ജൈനിസത്തിനെയും ആജീവികാസിനെയും അങ്ങനെ വൈഡ് ആയിട്ടുള്ള റിലീജിയസ് സെക്റ്റുകളെ ഇവർ ടോളറേറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്താൻ കാരണം ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അഹിംസയും ടോളറൻസും ഒക്കെ കൊണ്ടാണ്. പിന്നെ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് വഴി ധമ്മയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. ശരിക്കും ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് അതൊരു റോയൽ സിമ്പിൾ ആയിട്ട് പോലും മാറുന്ന രീതിയിലേക്ക് അത്രയും പ്രൊമിനന്റ് ആയിട്ട് ഇൻസ്ക്രിപ്ഷൻസ് മാറി. അതുവഴി ധമ്മയെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ മൗര്യാസിന്റെ തന്നെ ഭാഗമായിട്ട്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ധമ്മ മഹാമത്താസ് എന്ന് പറയുന്ന ഒഫീഷ്യൽസ്, ധർമ്മ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒഫീഷ്യൽസിനെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തു. പിന്നെ മൗര്യൻ എംപയറിൽ മാത്രമല്ല, പ്രൊമിനന്റ് റിലീജിയസ് ഡിസ്കോഴ്സിലും ഒരു ചേഞ്ച് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഉള്ളത് ഒരൊറ്റ റിലീജിയനെ മാത്രമല്ല, പകരം ഒരുപാട് റിലീജിയൻസിനെ അവർ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ റിലീജിയന്റെ റോളിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അശോകന്റെ ധമ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് ഡയറക്ട്ലി പ്രൊമോട്ട് ബുദ്ധിസം ബട്ട് വാസ് എ കോഡ് ഓഫ് കണ്ടക്ട്. റിലീജിയനെ ഡെയിലി വേ ഓഫ് ലൈഫിലേക്ക് ഒരു ഹോളിസ്റ്റിക് രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ബുദ്ധിസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിലീജിയസ് യൂണിവേഴ്സലിസം ആൻഡ് ടോളറൻസ് ആസ് എ ബേസിസ് ഓഫ് ധമ്മ ഡോക്ട്രിൻ. റിലീജിയസ് യൂണിവേഴ്സലിസവും ടോളറൻസും ഇതിന്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്ര ടോളറൻ്റ് ആയിട്ടൊരു സൊസൈറ്റി അല്ല. പല രീതിയിലും ഇപ്പം ബ്രാഹ്മിൻസും ബുദ്ധിസ്റ്റും ഒക്കെ തമ്മിൽ, ക്ഷത്രിയാസും ഒക്കെ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അശോകന്റെ ധമ്മ ക്ലിയർ ആയിട്ട് തന്നെ റിലീജിയസ് ടോളറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ലാക്ക് ഓഫ് സോഷ്യൽ ഹൈറാർക്കി. ഇപ്പം ബുദ്ധിസ്റ്റ് സംഘാസിലാണെങ്കിൽ ശരി, അവരുടെ ഗ്യാതറിങ്സിലൊക്കെ ഒരു ഹൈറാർക്കി ഇല്ലാതെ എല്ലാവരും ഒരുപോലെയാണ് ഡീൽ ചെയ്തത്. സോഷ്യൽ ഹൈറാർക്കി, ജെൻഡർ ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഹൈറാർക്കി അവിടെ ഇല്ലായിരുന്നു. ലാക്ക് ഓഫ് ഫോഴ്സ്ഡ് കൺവേർഷൻസ്. ഒരിക്കലും പ്രൊലസൈറ്റിംഗ് ആക്ടിവിറ്റീസ് ബുദ്ധിസം ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻസ് ഒരിക്കലും അവർ പ്രൊമോട്ട് ചെയ്തില്ല. ലേറ്റർ ഇൻസ്പയർഡ് ഇന്ത്യസ് റിനൈൻസൻസ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ഹ്യൂമനിസം. ഹ്യൂമനിസം, ഇൻഡിവിജ്വലിസത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിനൈൻസൻസ് മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പോലും ബുദ്ധിസത്തിന് കഴിഞ്ഞു. പക്ഷേ അഗെയിൻ ഡിസ്കസ് ആയതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റ് ഡയമെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോകന്റെ ഭരണത്തിന് ശേഷം ഇത് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അഹിംസ എംഫസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിലിറ്ററിയുടെ ഒരു സ്പിരിറ്റ് ഒരുപാട് നഷ്ടപ്പെടാൻ കാരണമായി. അതുപോലെ തന്നെ ഓർത്തഡോക്സ് ഫാക്ഷൻസ് ഒരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. Ashoka's Dhamma was a
visionary and transformation policy that redefine governance, public ethics and religious interaction and forms the basis for the modern secular country that India is today. Analytical ആയിട്ടുള്ള കണ്ടംപററി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ഓക്കെ, അപ്പം വീഡിയോ ഒന്നുകൂടെ നോക്കുക, നിങ്ങളുടെ ആൻസറുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗെറ്റ് ബാക്ക് ടു us. ഓക്കെ, താങ്ക് യു.